ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. രാവിലെ നല്ല കാറ്റ് കേട്ടോ, വെയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാങ്ങ പറിക്കാനായിട്ട് ആൾ വരും. അനിയത്തി ഇന്ന് പോകും കേട്ടോ. ഇത് കണ്ടില്ലേ, ലൈനിൻ്റെ കണ്ടോ, ലൈനും അതുപോലെ ഈ മാവിൻ്റെ ചില്ലയെല്ലാം ഒരുമിച്ച് കിടക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമാണ് ഇനിയും നിന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇന്നെന്തായാലും മാങ്ങ പറിക്കാനായിട്ട് ആൾ വരും. അനിയത്തി രാവിലെ പോകും കേട്ടോ. അവൾക്ക് രാവിലെ പോകണം. 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവളെ വിളിക്കാം. അപ്പോൾ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവളുടെ ഇക്ക വരും കേട്ടോ, അവൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ അടുക്കളയിൽ കയറി ഇഡ്ഡലിയുടെ മാവാണ് ഇരിക്കുന്നത്. അവൾക്ക് ദോശ മതിയെന്ന് പറഞ്ഞു. അപ്പം ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്, ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ബീഫ് ഇരിപ്പുണ്ട്, കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്. അതൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട്, ചിക്കൻ കുഴപ്പമില്ലാണ്ടിരിക്കുക, പക്ഷേ ബീഫ് നല്ല സെറ്റായിട്ടിരിക്കുക കേട്ടോ. ബീഫൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞാൻ വന്നിട്ട് കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, ഏത്തപ്പഴം. അപ്പോൾ അത് തൊലിയൊക്കെ നല്ലതുപോലെ അങ്ങ് കറുത്ത് അങ്ങ് പഴുത്ത് നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനതങ്ങ് കീറി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത്തയ്ക്കപ്പം ഉണ്ടാക്കാം. രാവിലെ ഉണ്ടാക്കുമ്പോൾ അവൾക്ക് കഴിച്ചിട്ട് പോവുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുരുട്ടീച്ച ഉണ്ടല്ലോ, ഈച്ചയൊക്കെ കീറും, ആകെ നാശമാവും അടുക്കള. അതുകൊണ്ട് ഞാനതങ്ങ് കീറി വെച്ചിട്ടുണ്ട്. മാവൊക്കെ ഞാനവിടെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗോതമ്പ് പൊടിയിൽ മൈദപ്പൊടി ഇരിപ്പുണ്ട്, പക്ഷേ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഏത്തയ്ക്കപ്പത്തിനൊരു പ്രത്യേക ടേസ്റ്റ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മൈദപ്പൊടിയും കുറച്ച് ഗോതമ്പും കൂടെ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, ചായ ഇട്ടു. അത് കഴിഞ്ഞ് മാവുണ്ടല്ലോ, ദോശമാവ്, ഇഡ്ഡലിയാണ് ഉണ്ടാക്കാനായിട്ടിരുന്നത്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ, ഇഡ്ഡലിക്ക് വേണ്ടി അരച്ച് വെച്ചത്. അപ്പോൾ അവൾക്ക് ദോശയും ഇറച്ചിക്കറിയും അങ്ങനെ കഴിക്കാനൊരു ഒരു ഒരു ഇത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവൾക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ പാത്തൂനും ദോശയാട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഞാനങ്ങനെ കുറച്ച് ദോശ ഉണ്ടാക്കിയെടുത്തു. ബാക്കി ഇരുന്നതിൽ ഇഡ്ഡലി ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ കണ്ടില്ലേ, ബീഫ് ഇങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ചിട്ട് വെക്കാവേ. ഇതാണ് കേട്ടോ എൻ്റെ ട്രൈപോഡിൻ്റെ കോലമൊക്കെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഞാനിവിടെ തുണിയൊക്കെ വെച്ച് കെട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. ഇനിയിപ്പോൾ ഒരു ട്രൈപോഡ് വാങ്ങിക്കണം. ഇതിപ്പോൾ ഒരു 3 വർഷത്തോളമായി നമ്മൾ ഈ ട്രൈപോഡ് കൊണ്ട് കിടക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും ഞാൻ ചായ കുടിക്കട്ടെ. ഈ ട്രൈപോഡിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിക്കുന്ന ടൈമിൽ ഒരു 300 സംതിങ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ചും കൂടി റേറ്റായി. അതിന് താഴ്ന്ന് ഉള്ള ട്രൈപോഡ്. ഇന്നലെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് ഒന്ന് പറയാവോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ആ ട്രൈപോഡിൽ മൊബൈൽ കൊണ്ട് വെക്കും. നമുക്ക് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത്, നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു ഇതുണ്ടല്ലോ, അവിടെ ഒരു പാകം നമുക്കറിയാമല്ലോ. ഇവിടെ കൊണ്ടുറ്റും അടിക്കുവാണെങ്കിൽ എന്നെ മൊത്തത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ആ തൂക്കുന്നതും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു സൗകര്യം അനുസരിച്ച് കൊണ്ട് ട്രൈപോഡും മൊബൈൽ സ്റ്റാൻഡിലോട്ട് വെച്ചിട്ട് കൊണ്ടങ്ങ് വെക്കും. അങ്ങനെയാട്ടോ എടുക്കുന്നത്. ഇനി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോ മറ്റൊരു മൊബൈലിൽ എടുത്ത് അങ്ങനെ കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ അങ്ങനെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെയാണോ 2 ദിവസം മുന്നെയാണോ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഒരു കൂട്ടുകാരി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നതെന്ന്. അത് ഞാൻ വീഡിയോ ആക്കി തന്നെ എടുക്കാം, അല്ലാണ്ട് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല കേട്ടോ. ഞാൻ വീഡിയോ ആക്കി എടുത്തിട്ട് പറയാം. ബാക്ക്ഗ്രൗണ്ടിൽ കാർട്ടൂൺ ഇട്ടിരിക്കുകയാണ് കേട്ടോ. പിള്ളേർ മൊബൈലിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വോയിസും കൂടി ഇതിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ പിള്ളേരെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനും പറ്റുന്നില്ല. കുറച്ച് ഞാൻ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ സംസാരിക്കുന്നു, കുറച്ച് ഞാൻ വീഡിയോ മ്യൂട്ടാക്കിയിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ചിക്കനും കൂടെയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു. ബീഫ് കട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് അരിഞ്ഞ് വന്നപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്ത് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഐസ് മാറാൻ വേണ്ടി ഉണ്ടായിരുന്നു. ചിക്കൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാനിത് കറിക്കൊക്കെ എടുത്ത് മാറ്റി വെച്ചിരുന്നതാണ്. പിന്നെ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ സമൂസ ലീഫ് ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കിട്ടിയപ്പോഴത്തേക്കും പിന്നെ ചിക്കൻ സമൂസയൊക്കെ ഉണ്ടാക്കി ഒക്കെ കൊടുക്കാം എന്നൊക്കെ. പക്ഷേ അതൊന്നും നടന്നില്ല. ഞാൻ ഇപ്പോൾ
കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞത് ഫ്രൈ ആക്കിയാൽ മതി, പിള്ളേർക്കൊക്കെ കൊടുക്കാം, ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. പിന്നെ അപ്പോൾ അവളാണ് കേട്ടോ ബീഫ്, അവൾ പറഞ്ഞു വരട്ടിയെടുത്തോളാം, കറി അവൾക്ക് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവൾ വരട്ടിയെടുക്കാമെന്ന് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ ജനലിൻ്റെ വെട്ടം ഉണ്ടല്ലോ, അത് നന്നായിട്ട് പിന്നെ വീഡിയോയിലുള്ളത് കൊണ്ട് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല അല്ലേ, ഒട്ടും ക്ലാരിറ്റി ഇല്ല. പിന്നെ അതെനിക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കുറയും കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതങ്ങ് പറയാം നിങ്ങളോട് കേട്ടോ. അപ്പോൾ ഞാനവിടെ ഉള്ളിയൊക്കെ ആവശ്യത്തിനുള്ളത് കൊച്ചുള്ളി, വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ അങ്ങോട്ട് പറക്കിയെടുത്ത് അവൾക്ക് നന്നാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അനിയത്തിക്ക് എത്ര കുട്ടികളാണെന്നൊക്കെ ചോദിച്ചവരുണ്ട്. അനിയത്തിക്ക് 2 പിള്ളേരാണ്. അപ്പോൾ മൂത്തത് മോൻ, രണ്ടാമത്തത് മോളാണ് കേട്ടോ. അപ്പോൾ കൊച്ചു മക്കളാണ്. ഒരാൾക്ക് 3.5 വയസ്സും ഒരാൾക്ക് 1 വയസ്സ് കഴിഞ്ഞതും ഒക്കെ ഉള്ളൂ. അപ്പോൾ പാത്തുവും ആകെ ബഹളമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പാത്തുവും അവർ 3 പേരും കൂടെയൊക്കെ അവിടെ നിന്ന് കാർട്ടൂൺ കാണലും കളിയും സൈക്കിൾ ചവിട്ടും ഒക്കെയാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് നന്നാക്കി കൊടുത്തു കേട്ടോ, ഉള്ളിയും ഒക്കെ ആയിട്ട്. അപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഇത്രയും മതി ബീഫിന്, കുറച്ച് ബീഫേ ഇരിപ്പുള്ളൂ. അപ്പോൾ കുറച്ച് കൊച്ചുള്ളി മാത്രം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് ഒരു സവോള നമുക്ക് വരട്ടി എടുത്തിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും ഞാൻ റെഡിയാക്കി. അപ്പോഴേക്കും മാങ്ങ പറിക്കാനായിട്ട് ആൾ വന്നിട്ടുണ്ട്. മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിള്ളേരെല്ലാം പുറത്തിറങ്ങിപ്പോയി. മാങ്ങ അവർ പറിച്ച് വെക്കുന്നത് ചാക്ക് താഴോട്ട് ഇറക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് പറക്കി ഇങ്ങോട്ടും കൊണ്ടുവെക്കുന്നുണ്ട്. അതെല്ലാം നുള്ളിപ്പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കളിക്കുന്നുണ്ട്. വാപ്പ ഇടയ്ക്ക് വഴക്ക് പറഞ്ഞപ്പോൾ പാത്തു ഇങ്ങ് വന്നു കേട്ടോ. ബാക്കി 2 കുരുട്ടുകൾ അനിയത്തിയെ കൊണ്ടിട്ട് ഉറക്കാനായിട്ടും കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് നന്നാക്കി അവളെ കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു വീഡിയോ എടുക്കാൻ, അവൾക്ക് വീഡിയോ എടുക്കുന്നത് മുന്നേ ഇഷ്ടമല്ല, എന്നെ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പി ഇട്ടതൊന്നുമില്ല കേട്ടോ. വീഡിയോ വരാൻ താല്പര്യമില്ലാത്തവരെ നമ്മളായിട്ട് നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല ആ ഒരു വാശിക്ക്. അപ്പോൾ ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും കൂടെയൊക്കെ ഒന്ന് നന്നായി ചതച്ച് കുറച്ച് ബീഫിന് മാറ്റി വെച്ചു, കുറച്ച് ചിക്കന് പൊരിക്കാനും കൂടെ ആക്കി ചിക്കനിലോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, ചിക്കൻ മസാല, കുറച്ച് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, താല്പര്യമുള്ളവർ കയറി വാങ്ങിക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്യാഷ് ഓൺ ഡെലിവറി കാണുന്നില്ല ഷംനാന്ന് കേട്ടോ. അപ്പോൾ 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അങ്ങ് ക്യാഷ് ഓൺ ഡെലിവറി കാണിക്കും കേട്ടോ ഫ്ലിപ്കാർട്ടിൽ. ഞാൻ എടുക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്, മീഷോയിൽ നിന്നൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. എടുക്കുന്ന പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ട് അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഡ്രസ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ചെറിയ കുട്ടി പാത്രങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, താല്പര്യമുള്ളവർ കയറി വാങ്ങിക്കും കേട്ടോ. പല കളേഴ്സ് ഉണ്ട്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എടുത്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. ഞാൻ എവിടെ ചെന്ന് എങ്ങനെ ഡ്രസ്സ് എടുക്കാൻ നോക്കിയാലും വെറൈറ്റി കളർ എടുക്കണമെന്ന് നോക്കിയിരുന്നാലും ഞാൻ ചെന്നെത്തുന്നത് ഈ കറുപ്പിലായിരിക്കും. അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട് എടുത്തതാണ് കേട്ടോ. ഷോള് വേറെയാണ്, ഷോള് വാപ്പുമ്മയുടെ ഷോളാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ ടോപ്പും പാൻറ്റും കൂടെ ചേർന്നിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളൊരു ഈ ലിങ്കിൽ കയറിയിട്ട് വാങ്ങിച്ചോളൂ. അപ്പോൾ ഞാൻ വറുക്കാൻ വേണ്ടി ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൊച്ചുള്ളിയും കൂടെയൊക്കെ നന്നാക്കി ചതച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് അവൾ എങ്ങനെയോ വേവിച്ച് കുക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. റെസിപ്പിയൊന്നും എനിക്കറിയാൻ വയ്യ. ഇട്ട് കൊടുത്തപ്പോൾ ഞാൻ ഇത്രയും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ചതച്ച് വെച്ചിട്ടുള്ള കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഗരം മസാല, ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ചിട്ട് അവളതങ്ങ് അടുപ്പിലോട്ടാക്കി. പിന്നെ ഞാൻ ആ ഭാഗത്തോട്ട് അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുത്തില്ല. അവൾ വീഡിയോ എടുക്കരുതെന്നും കൂടെ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് പോയില്ല. അപ്പോൾ ഇവിടെ ചിക്കനും ഫ്രൈ ആക്കി എടുത്തു. ഇവിടെ പൊരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുരുട്ടുകൾ വേണമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയൊക്കെ ചുട്ടു. കറി അതായത് വരട്ടിയെടുത്തത്, ബീഫ് വരട്ടിയത് ഇപ്പം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് സവോള അരിഞ്ഞിട്ട് കൊടുത്തു. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.